നമ്മൾ സെൻറ്റർ പീസുകളൊക്കെ റെഡിയാക്കി എല്ലാത്തിൻ്റെയും ഇവിടെ 4 സെൻറ്റർ പീസുകൾ റെഡിയാക്കി എല്ലാ ഭാഗത്തും സെൻറ്റർ പീസുകളൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് 12 എഡ്ജുണ്ട്. ഈ 12 എഡ്ജിൽ സെയിം പീസുകൾ കൊണ്ടുവരണം. റെഡ് വൈറ്റ്, ഒരു റെഡ് വൈറ്റ് കൂടി ഇവിടെ വരണം. അത് നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ 12 എഡ്ജിലും സെയിം പീസുകൾ കൊണ്ടുവരണം. അതിന് നമ്മൾ ഈ 12 എഡ്ജ് ശരിയാക്കലിന് അടുത്ത സ്റ്റെപ്പ് നമ്മൾ സെൻറ്റർ പീസുകളൊക്കെ 4 ശരിയാക്കി കഴിഞ്ഞാൽ അടുത്ത് സെൻറ്റർ പീസുകൾ ശരിയാക്കുക. റെഡ് വൈറ്റ് ഒരു പീസും കൂടി ഉണ്ട്, അത് നമ്മളിവിടെ കൊണ്ടുവരണം. അങ്ങനെ 12 എഡ്ജിലും കൊണ്ടുവരാം. അപ്പോൾ ഈ റെഡ് വൈറ്റ് ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഒരു റെഡ് വൈറ്റ് കൂടി ഇവിടെ എവിടെ ഇരിക്കുന്നുണ്ട്, അതിനെ നമ്മൾ ഈ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് വേണം ഒരു ഇക്വേഷൻ ചെയ്യാൻ. അപ്പോൾ നമുക്ക് അത് ഇവിടെ വരും. നമുക്ക് നോക്കാം, നമുക്ക് ഇവിടെ ഏത് പീസ് വേണമെങ്കിലും എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ അതേ പച്ച മഞ്ഞ ഇതെടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഫേസ് ചെയ്ത് പിടിക്കണം കേട്ടോ. പച്ച മഞ്ഞ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പച്ച മഞ്ഞയുടെ വേറൊരു പീസ് നോക്കാം, എവിടെ ഇരിക്കുന്നു നോക്കാം. പച്ച മഞ്ഞയുടെ പീസ് അടിയിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരണം. അതിന് ഈ ഭാഗം നമ്മൾ ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇത് കൊണ്ടുവന്നാൽ ഇത് പച്ച മഞ്ഞ അത് ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നാലാണ് നമുക്ക് ഒരേ ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. എന്നിട്ട് നമുക്കൊരു ഇക്വേഷൻ ചെയ്യണം. നമ്മൾ ഇത് ക്യാപിറ്റൽ യു, സ്മോൾ യു അല്ലെങ്കിൽ അപ്പ് ഈ ഭാഗത്തിൽ ഇടത്തോടെ തിരിക്കുക. ഇത് നമ്മൾ ഈ ഭാഗം ബേസ് ചെയ്ത് പിടിക്കണം. റൈറ്റ്, ഫ്രണ്ട് ഇൻവേഴ്സ്, അപ്പ്, റൈറ്റ്, ഫ്രണ്ട്. നമ്മൾ ഈ രണ്ട് ഭാഗത്തിനെ അങ്ങോട്ട് മാറ്റിയില്ലേ, അതിന് നമ്മൾ തിരിച്ച് ഈ ഭാഗത്തേക്ക് തന്നെ കൊണ്ടുവരണം. അപ്പ്. അപ്പോൾ ഇവിടെ 2 പീസ് റെഡി ആയിട്ടുണ്ട്. ഈ മഞ്ഞയും പച്ചയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 12 പീസുകൾ സെറ്റ് ചെയ്യണം നമ്മൾ. ഇനി അടുത്ത് നോക്കാം, ഇവിടെ ഓൾറെഡി സെറ്റ് ആയിരിക്കുന്നുണ്ട്. നമുക്ക് ഈ പീസ് എടുക്കാം. റെഡ് മഞ്ഞ അടുത്ത പീസ് എവിടെ ഇരിക്കും നോക്കാം. റെഡ് മഞ്ഞ ഈ സൈഡിലിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ റെഡ് മഞ്ഞ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഈ ഭാഗത്തേക്ക് തിരിച്ചിട്ട് മുകളിലേക്ക് മാറ്റിയാൽ ഇവിടേക്ക് വന്നിട്ടുണ്ട് റെഡ് മഞ്ഞ. ഇനി നമ്മൾ ആ ഇക്വേഷൻ ചെയ്താൽ മതി. അപ്പ് ഈ ഭാഗത്തേക്ക്. പിന്നെ നമ്മൾ ഈ ഭാഗം പിടിക്കണം കേട്ടോ. റൈറ്റ്, ഫ്രണ്ട് ഇൻവേഴ്സ്, അപ്പ്, റൈറ്റ് ഇൻവേഴ്സ്, ഫ്രണ്ട്. അതിൻ്റെ ഈ അപ്പ് ഇടത്തോട്ടല്ല തിരിച്ചത്, നമ്മൾ റൈറ്റിലേക്ക് തിരിക്കുക. അപ്പോൾ ഇവിടെ ഈ 2 പീസും സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ 12 പീസ് റെഡിയാക്കണം. ഇനി അടുത്തത് എടുക്കാം. അടുത്തത് ഓറഞ്ച് നീല. ഒരു പീസ് എവിടെയെങ്കിലും കാണാം, അതിനെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരണം. ഓറഞ്ച് നീല ഈ സൈഡിലിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ നേരെ ഈ ലെയർ മുകളിലേക്ക് വയ്ക്കാൻ മതി. ഈ സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ വരുള്ളൂ. നമുക്ക് വരേണ്ടത് ഈ ഭാഗത്താണ്. അപ്പോൾ നമ്മളതിനെ മുകളിലേക്ക് പൊക്കി റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് ഈ ബാക്കിനെ ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാൽ ഓറഞ്ച് ഇവിടെ എത്തിയത്. ഓറഞ്ച് നീല ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇക്വേഷൻ ചെയ്താൽ മതി. അപ്പ്, റൈറ്റ്, ഫ്രണ്ട് ഇൻവേഴ്സ്, അപ്പ്, റൈറ്റ് ഇൻവേഴ്സ്, ഫ്രണ്ട്. ഇനി അപ്പ് റൈറ്റിലേക്ക്. അത് ഇവിടെ ഈ 2 ഓറഞ്ച് നീലം സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കാം. ഇതിവിടെ ഓൾറെഡി സെറ്റായിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളപ്പച്ചാരം അടുത്ത പീസ് നോക്കാം. വെള്ളപ്പച്ചാരം അടുത്ത പീസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിനെ നമ്മൾ ഇങ്ങനെ ഇറക്കി ശരിയാവില്ല, അത് അടിയിലേക്ക് പോകും. ഇതിനെ ടോപ്പ് ലെയറിനെ ഇങ്ങനെ തിരിച്ച് ഈ ഭാഗത്തിനെ ഇതേ രീതിയിൽ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാൽ ഈ വെള്ളപ്പച്ച ഇവിടെ വരും. അതേ വെള്ളപ്പച്ച ഇനി ഇക്വേഷൻ ചെയ്താൽ മതി. അപ്പ്, റൈറ്റ്, ഫ്രണ്ട് ഇൻവേഴ്സ്, അപ്പ്, റൈറ്റ് ഇൻവേഴ്സ്, ഫ്രണ്ട്, അപ്പ് റൈറ്റിലേക്ക്.
അപ്പോൾ ഇത് വെള്ളയും പച്ച റെഡി ആയിട്ടുണ്ട്, ഇത് റെഡി ആയിട്ടുണ്ട്, ഇത് റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഇനി ഓറഞ്ച് പച്ച അടുത്ത പീസ് എവിടെ ഇരിക്കുന്നു നോക്കാം. ഓറഞ്ച് പീസ് പച്ചയുടെ അടുത്ത പീസ് ഈ സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഓറഞ്ച് പച്ച മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഓറഞ്ച് പച്ചയുണ്ട്. ഇനി ഈ കഷൻ ചെയ്താൽ മതി. അപ്പ് റൈറ്റ്, ഫ്രണ്ട് ഇൻവേഴ്സ്, അപ്പ് റൈറ്റ് ഇൻവേഴ്സ്, ഫ്രണ്ട്, അപ്പ് റൈറ്റിലേക്ക്. ഇതിവിടെ സെറ്റായിട്ടുണ്ട്, ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇവിടെ ഇനി നീല മഞ്ഞ അടുത്ത പീസ് എവിടെ ഇരിക്കുന്നു നോക്കാം. നീല മഞ്ഞ അത് ഇവിടെ ഇരിക്കുന്നത്, അടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾക്ക് നേരെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഇരിക്കുള്ള മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ടോപ്പ് ലെയറിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ബാക്ക് ലെയർ ഇതേ രീതിയിൽ തിരിച്ചിങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാൽ ഇവിടേക്ക് എത്തും. നീല മഞ്ഞ. ഓക്കെ, ഇനി കഷൻ ചെയ്താൽ മതി. അപ്പ് റൈറ്റ്, ഫ്രണ്ട് ഇൻവേഴ്സ്, അപ്പ് റൈറ്റ് ഇൻവേഴ്സ്, ഫ്രണ്ട്. ഇനി അപ്പ് ഇങ്ങോട്ട് തിരിച്ചാൽ മതി. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇവിടെ സെറ്റായി, ഒരുവിധം എല്ലാം സെറ്റായിട്ടുണ്ട്. ചിലപ്പോൾ സെറ്റായി ചിലത് ഇരിക്കുന്നുണ്ടാവും. നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇല്ലത് ഇവിടെ ഒരെണ്ണം സെറ്റായിട്ടില്ലത് നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക എല്ലാം സെറ്റായി തോന്നും. ഇവിടെ വെള്ള റെഡ് സെറ്റായിട്ടില്ല. വെള്ള റെഡിൻ്റെ അടുത്ത പീസ് എവിടെ നോക്കാം. വെള്ള റെഡിൻ്റെ അടുത്ത പീസ് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ഇതേ രീതിയിൽ അടിഭാഗം തിരിച്ച് മേലോട്ട് കൊണ്ടുവന്നാൽ വെള്ള റെഡ് ഇവിടെ ഉണ്ട്, വെള്ള റെഡ് ഇവിടെ ഉണ്ട്. ഇനി കഷൻ ചെയ്താൽ മതി. അപ്പ് റൈറ്റ്, ഫ്രണ്ട് ഇൻവേഴ്സ്, അപ്പ് റൈറ്റ് ഇൻവേഴ്സ്, ഫ്രണ്ട്. ഇനി അപ്പ് റൈറ്റിലേക്ക്. അതെ, ഈ വെള്ള റെഡും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 12 എഡ്ജും ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ നോക്കാം. ഈ എഡ്ജ് റെഡി, അവിടെ റെഡി ആയിട്ടില്ല. മഞ്ഞ ഓറഞ്ച് ഉണ്ട്. മഞ്ഞ ഓറഞ്ച് അടുത്ത പീസ് എവിടെ നോക്കാം. മഞ്ഞ ഓറഞ്ച് അടിയിലാണ് ഇരിക്കുന്നത്. ഞാൻ തിരിച്ചുകൊണ്ട് കൊണ്ടുവരാം. ഇത് മഞ്ഞ ഓറഞ്ച് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇവിടേക്കാണ് കൊണ്ടുവരേണ്ടത്. അതിന് മുകളിലേക്ക് തിരിക്കുമ്പോൾ മഞ്ഞ ഓറഞ്ച് ഇവിടെ. ഇനിക്കേഷൻ ചെയ്താൽ മതി. അപ്പ് റൈറ്റ്, ഫ്രണ്ട് ഇൻവേഴ്സ്, അപ്പ് റൈറ്റ് ഇൻവേഴ്സ്, ഫ്രണ്ട്, അപ്പ് റൈറ്റിലേക്ക്. മഞ്ഞ ഓറഞ്ച് റെഡിയായി. ഒരു റെഡി ആയിട്ടുണ്ടാവും. ഇവിടെ റെഡി. എല്ലാ എഡ്ജുകളും സെറ്റാണ്. സെറ്റായി. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. നമ്മൾ ആദ്യം സെൻറ്റർ പീസുകൾ റെഡിയാക്കി, തുടർന്ന് നമ്മൾ എല്ലാ സെൻറ്റർ പീസും റെഡിയാക്കി. അതിനുശേഷമാണ് ഈ എഡ്ജ് പീസുകൾ റെഡിയാക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾക്ക് 3x3 ചെയ്യുന്ന പോലെ 3x3 അറിയുന്നവർക്ക് എളുപ്പമാണ്. അത് അടുത്ത വീഡിയോയിലിടാം. ഓക്കെ, താങ്ക് യു.